പറഞ്ഞു, ഇയ്യാകും വൽ ഹസദ്, അസൂയയെ നന്നായി സൂക്ഷിക്കണേ. മനുഷ്യകുലത്തിൽ ആദ്യമായി ഒരു കൊലപാതകം നടന്നത്, ഭൂമിയിൽ മനുഷ്യന്റെ രക്തം മിറ്റി വീഴാൻ ആദ്യമായി കാരണം വന്നത് ഹസദെന്ന രോഗമാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്തതികൾ ഖാബീൽ ഹാബീലിനെ വധിച്ചത് ഹസദല്ലേ അതിന്റെ മുഖ്യ കാരണം. അതുകൊണ്ടത് നന്നായി സൂക്ഷിക്കണം. മാറാത്ത ഒരു രോഗമാണ്. പിടിപെട്ടാ കുടുങ്ങിയ തന്നെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരാൾക്ക് അള്ളാഹു തആല കൊടുത്ത നിഅമത്ത് അംഗീകരിക്കാൻ കഴിയൂലേ? എന്നാ കാര്യം കണക്കന്നെ. ദിക്റുന്തൊക്കെ ചൊല്ലിയാൽ അതൊക്കെ ഒരു പേരിനെ നിൽക്കുള്ളൂ, ഖൽബിക്ക് തട്ടൂല. ഈ ഹസദ് എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കാം. ഒരാൾക്ക് അള്ളാഹു തആല കൊടുത്ത നിഅമത്ത് അത് അംഗീകരിക്കാൻ കഴിയണം. അതാണ് അൽഹംദുലില്ലാഹ്, അയാൾക്ക് അള്ളാഹു കൊടുത്തല്ലോ, രക്ഷപ്പെട്ടല്ലോ. ഒരു പക്ഷേ ബാപ്പാനെക്കായാലും വലിയ മുതലാളിയായ ഉണ്ടാവൂലേ? ഉണ്ടാവും. ഉസ്താദിനെക്കാരും വിവരമുള്ള ശിഷ്യ ഉണ്ടാവൂലേ? ഉണ്ടാകും. അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്, അതിൽ അനുഗ്രഹിക്കല്ലേ വേണ്ടത്. അയൽവാസിയെക്കാളും അപ്പുറത്തുള്ള അയൽവാസിയെക്കാളും ഇപ്പുറത്തുള്ള അയൽവാസിയെക്കാളും നമ്മളെക്കാളും മികച്ച ആളൊരു പക്ഷേ അപ്പുറത്ത് നമ്മളപ്പുറത്തുണ്ടാവും. അള്ളാഹു നല്ല മികവ് കൊടുത്തേക്കാം. അതിന് എങ്ങനെയാണ് അയാൾക്ക് അങ്ങനെ കിട്ടിയത്? അങ്ങനെ കിട്ടാൻ വഴിയില്ലല്ലോ. ഇനി അങ്ങനെ കിട്ടിയാൽ തന്നെ അങ്ങനെ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞത് നമുക്കൊരു യോജിക്കണ കാര്യമില്ല. നമ്മളിവിടെ ജീവിക്കുമ്പോൾ ആകാശം ഭൂമിയൊന്നും വേണ്ടേ? ഒക്കെ നമ്മളതായേ. ചിലർക്ക് അങ്ങോട്ട് ആ അസുഖം തുടങ്ങിയ സഹോദരങ്ങളെ അത് മാറാൻ വലിയ പണിയാണ്. പഴയ കാലത്ത് ആൾക്കാർ ചേർത്ത് പറഞ്ഞിരുന്നു, അസദിനും അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല, അപ്പൊ കഷണ്ടിക്ക് മരുന്ന് കണ്ടെത്തി എന്നാളാരോ പറഞ്ഞു. അങ്ങനെ ആരോ പറഞ്ഞിട്ട് തേച്ചു നോക്കിയിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടോന്നില്ല അറിയില്ല, ചോദിച്ചു നോക്കണം. പക്ഷെ ഇതിന് മരുന്ന് കണ്ടെത്തിയിട്ടില്ല. കുല്ലുൽ അദാവത്തി ഖത്തുർജാ ഇസാലതുഹാ ഇല്ലാ അദാവത മൻ അദാക ബിൽ ഹസദി. ഏത് ശത്രുതയും നീങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. ഹസദ് മുഖേന നിനക്ക് വന്ന ശത്രുതയാണോ, അത് നീങ്ങിപ്പോകൂല, അതവിടെ ഉണ്ടാവും. അത് പണ്ടുണ്ടായിരുന്ന ഹസദിന്റെ മൂർച്ചയാണ് ഇന്നും ഫലസ്തീനിലെ ഗസയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ബോംബിന്റെയും മറ്റും പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആർക്കാണ് ആ ഹസദ്? യഹൂദികൾക്ക്, ജൂതന്മാർക്ക്. ഏറ്റവും അധികം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സ്വഹാബത്തിനോടും ഹസദ് വെച്ച വിഭാഗം മുശ്രിക്കുകളല്ല, മുനാഫിക്കുകളല്ല, യഹൂദികളാണ്. അവർക്ക് ഹസദ് ഒന്നും തിരിയാഞ്ഞിട്ടാണോ? അല്ല. മിൻബാദി മാ തബയ്യന ലഹുമുൽ ഹഖ്. ഖുർആൻ പറഞ്ഞു, അവർക്ക് മുത്തുനബി തങ്ങൾ സത്യപ്രവാചകനാണ് എന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് തങ്ങളോട് അവർക്ക് ഹസദ് തോന്നിയത്. നിങ്ങളെന്താ വിശ്വസിക്കാത്തതെന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു, അവസാനത്തെ നബി ഞങ്ങളിൽ നിന്നായിരിക്കും വരിക എന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇരിക്കായിരുന്നു. അവസാനത്തെ നബി അതാ വന്നിരിക്കുന്നു, അടയാളങ്ങളൊക്കെ അതാ വേർതിരിച്ചിരിക്കുന്നു. അല്ലല്ലല്ല, അത് റസൂലുൽ ഉമ്മിയീൻ, അത് അറബികൾക്കുള്ള റസൂലാണ്. ജൂതന്മാരെ ഭാഷ അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. 1,000 ദൃഷ്ടാന്തങ്ങൾ മുന്നോട്ട് വന്നാലും മനസ്സിന്റെ ഉള്ളിൽ അത്രയും മൂടി പൊതിഞ്ഞിരിക്കുന്ന ഹസദിന്റെ മൂർച്ച കൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല. എന്തെല്ലാം ശത്രുത ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ഹസദിന്റെ മൂർച്ച കൊണ്ട് അവർ ചെയ്തു. അതിന്റെ ലാസ്റ്റ് പോയിന്റ് ആണ് ഖത്ര്. മൂർച്ചയേറിയ പിന്നെ അപ്പുറഞ്ഞില്ലല്ലോ. ഹസദ് മൂർജിച്ചാൽ ലാസ്റ്റ് തരാണത്. അതിന്റെ മുമ്പ് എന്തെല്ലാം ചെയ്തു? എത്ര വധശ്രമങ്ങൾ നടത്തി. മാംസത്തിൽ വരെ വിഷം പുരട്ടി കൊടുത്തില്ലേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്? ഖൈബറിൽ വെച്ച് തങ്ങളെ ഭക്ഷണം കൊടുത്ത് സ്വീകരിച്ചപ്പോ അതിൽ ആടിന്റെ മാംസത്തിൽ സുന്ദരമായി വിഷം ചേർത്ത് വെച്ചു. ബിസ്മി ചൊല്ലിയിട്ട് തങ്ങൾ ഇങ്ങനെ കഴിക്കാനൊരുങ്ങുമ്പോ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ആരും കഴിക്കരുത്, ഭക്ഷിക്കരുത്. തങ്ങൾ കൈവച്ചു എന്ന നിലക്ക് കൂട്ടത്തിൽ നിന്ന് ഒരു സ്വഹാബി തുടങ്ങിയല്ലോ എന്ന് കരുതിയിട്ട് ബിസ്മി ചൊല്ലി ഒരു കഷ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി എന്നുള്ള നിലക്ക് ഒരു കഷ്ണം വായിലേക്ക് ഇട്ടു. ഉടനെ തന്നെ ആ സ്വഹാബി വഫാത്തായി പോയി. അത്രയും മാരകമായ വിഷമാണ് ചേർത്തിരിക്കുന്നത്. ആരും കഴിക്കല്ല എന്ന് പറഞ്ഞു. ഈ ഭക്ഷണം പാചകം ചെയ്തവരെ കൊണ്ടുവരാൻ പറഞ്ഞു.
ഒരു പെണ്ണിനെയാണ് കൊണ്ടുവന്നത്. ആ പെണ്ണിനോട് ചോദിച്ചു, ഈ മാംസത്തിൽ നീ എന്തിനാണ് വിഷം പുരട്ടിയത്? ആ പെണ്ണ് പറഞ്ഞു, ഫൈൻ കുന്ത നബിയ്യൻ ലാ യദുറുക, നിങ്ങൾ നബിയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏൽക്കൂല എന്ന് എനിക്കറിയാം, അതുകൊണ്ടാ പറ്റിയത്. നോക്ക് നിങ്ങൾ, അതൊന്നല്ല സംഗതി, ജൂതന്മാര് കാശ് കൊടുത്ത് ഏൽപ്പിച്ചതാ, ഇങ്ങനെങ്കിലും ഒന്ന് ആകട്ടെ എന്ന് എഴുതിയിട്ട്. വൈൻ കുന്ത നബിയ്യൻ ലാ യദുറുക, നബിയാണെങ്കിൽ നിങ്ങൾക്ക് ആ വിഷം ഏൽക്കൂല. വൈൻ കുന്ത ഗൈറഹു വൈൻ കുന്ത റജുലൻ മുതഖബ്ബിലൻ, വാക്കുകൊണ്ട് ജനങ്ങളെ സ്വാധീനിച്ച് കീഴ്പ്പെടുത്തുന്ന ആളാണെങ്കിൽ ഫയസ്തരിഹുന്നാസു മിൻക, നിങ്ങൾ പോയ ആളുകൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാലോ, നിങ്ങളെ പിന്നാലെ അങ്ങനെ ആൾക്കാർ നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അതും കരുതിയിട്ടാണ് ഇത്ര പെട്ടെന്നാ പിടികൂടിയത്. അതുകൊണ്ട് തീർന്നോ അരിശം? തങ്ങൾ ഖൈബറിൽ കഴിഞ്ഞ് മദീനയിലേക്ക് എത്തി. കടുത്ത സിഹറല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ചെയ്തത്? ലബീദ് എന്ന യഹൂദി ജൂതനല്ലേ അതിന് നേതൃത്വം നൽകിയത്? അവന്റെ പെൺമക്കളല്ലേ അതിനു വേണ്ടിയുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ചത്? കെട്ടുകെട്ടാക്കി 11 കെട്ടുകളിലാക്കിയിട്ടല്ലേ അവൻ ആ സിഹർ കുഴിച്ചു മൂടിയത്. അതുകൊണ്ടല്ലേ ഖുല്ലൗർബിൽ ഫലഖ് ഖുല്ലൗർബിൻ നാസും 11 ആയത്തായത്. ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ് എന്നൊരു ആയത്ത് തങ്ങൾ ഓതുമ്പോ ഇൻഹല്ലത് ഉഖ്ദത്തും മിൻഹാ, ഒരു കെട്ടങ്ങോട്ട് അഴിഞ്ഞുപോയി, എല്ലാ കെട്ടുകളും ബാത്തിലായി പോയി. യഹൂദിയല്ലേ അത് ചെയ്തത്? എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് സഹോദരങ്ങളെ. ഹസദ് മൂത്താൽ എന്താ ചെയ്യാത്തത് മനുഷ്യൻ? ചെറിയൊരു രോഗമല്ല, അത് വലിയ രോഗമാണ്. മനസ്സിൽ അത്തരത്തിൽ രോഗമില്ലേ? മനസ്സിന് നല്ല ശാന്തിയാണ്, സമാധാനമാണ്. ഖൽബ് ഈ 3 രോഗങ്ങളിൽ നിന്ന് വൃത്തിയാണോ? എന്നാ ദിക്റും മറ്റുമൊക്കെ നമ്മളെ ഖൽബിലേക്ക് നല്ല സ്വാധീനം ചെലുത്തും. കിബറല്ലേ തങ്ങൾ ആദ്യം പറഞ്ഞത്, മറ്റൊന്ന് ഹിർസല്ലേ പറഞ്ഞത്, മൂന്നാമത് പറഞ്ഞത് ഹസദല്ലേ. ഹസദ് വലിയൊരു രോഗമാണ്. പലയിടങ്ങളിലും പലപ്പോഴും രൂപപ്പെട്ടു വരുന്ന ഒന്നാണ് ഹസദ്. ഹസദ് മനുഷ്യന്റെ മനസ്സിൽ ഇല്ലാതെ ജീവിക്കുന്ന ഒരാളാണോ, അയാളെ മനസ്സിന് നല്ല സംതൃപ്തിയാണ്, സന്തോഷമാണ്. ഒരുപാട് നന്മകൾ ചെയ്യാൻ അയാൾക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകും. മാത്രമല്ല ഹസദിൽ നിന്ന് കാലിയായ ഖൽബാണോ, ആ മനുഷ്യന് റബ്ബ് തആല വലിയ ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഹസദ് ഉള്ള മനുഷ്യന് വലിയ ദുരന്തമാണ്. 1, 2 ദുരന്തം എന്നല്ല, ഒരുപാട് ദുരന്തമാണ്. ഒരുപാട് നന്മകൾ അയാൾ ചെയ്താലും ഹസദ് എന്ന് പറയുന്ന ഈ മാരക രോഗം അത് മുഴുവനും തകർത്ത് 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 തരിപ്പണമാക്കി കളയും. ഉയരാൻ കഴിയൂല. അൽ ഹസൂദു ലാ യസൂദ്, അസൂയാലുവായ മനുഷ്യൻ നേതൃസ്ഥാനത്തേക്ക് അവൻ ഉയരൂല. ഹസദ് വരാൻ പാടില്ല. ഏറ്റവും അധികം ഹസദ് സൂക്ഷിക്കേണ്ടത് മുത്തഅല്ലിമീങ്ങൾ കുറച്ചുള്ളതുകൊണ്ട് ഞാൻ പറയട്ടെ, മൂലയമാരാണ് നന്നായി സൂക്ഷിക്കേണ്ടത്. കഴിവുള്ളവരെ സമ്മതിക്കാനും അംഗീകരിക്കാനുള്ള കഴിവ് മൂലയമാർക്ക്, ഉലമായിനാണ് വേണ്ടത്. എൻ്റെ കൂടെ താമസിക്കുന്ന ആള്, കൂടെയുള്ള ആള്, കൂടെ വരുന്ന ആള് കഴിവുള്ള ആളാണെങ്കിൽ ഞാൻ അതിൽ അള്ളാഹുവിനെ സ്തുതിച്ച് സന്തോഷിക്കണം. അതിനുള്ളൊരു ഖൽബ് വേണം. എന്താ അപ്പൊ അയാൾക്ക് അങ്ങനെ കിട്ടാൻ, എന്താ അയാൾ അങ്ങനെ ആകാൻ, എന്താ അയാൾ മാത്രം അങ്ങനെ, മറ്റയാൾ മാത്രം അങ്ങനെ? അഊദു ബില്ലാഹ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.